കർണാടകക്കാരെ കൊണ്ടുള്ള ശല്യമാണ് കൊട്ടിയൂരിൽ. എന്താ പറയുക, ഇത്രയും കാലത്തിനിടക്ക് ഇത്രയും മോശം എക്സ്പീരിയൻസ് കൊട്ടിയൂരിൽ പോയിട്ടുണ്ടായത് ഇത് ആദ്യമായിട്ടാണ്. ഇപ്രാവശ്യം കൊട്ടിയൂർ പോയ ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. ഈ വിഷ്വല് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സാധാരണ രീതിയിൽ ഇത്രയും അധികം ആളുകൾ കൊട്ടിയൂരിൽ എത്താറില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇത്രയും ഭക്തജനങ്ങൾ കൊട്ടിയൂരിൽ എത്തുന്നത്. അത് പ്രധാനമായും കർണാടകയിൽ നിന്നുമുള്ള ആളുകളാണ്. സാധാരണ രീതിയിൽ നമ്മൾ കൊട്ടിയൂരിൽ പോകുമ്പോൾ ഭയങ്കര ശാന്തമായൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാവാറുള്ളത്. പ്രകൃതിയും മഴയും ഭക്തിയും എല്ലാം കൂടി ചേർന്ന ഒരു പുണ്യഭൂമിയായിട്ടാണ് എല്ലാവരും കൊട്ടിയൂരിനെ കണക്കാക്കുന്നത്. എന്നാൽ അതൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഈ കർണാടകക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്, നമ്മൾ പുണ്യതീർത്ഥമായി കരുതുന്ന ബാവലി പുഴയെ അവരത്രയും മലിനമാക്കുന്നു എന്നുള്ളതാണ്. സോപ്പ് ഉപയോഗിച്ച് കുളിക്കുകയും മുഷിഞ്ഞ വസ്ത്രം ആ പുഴയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പലയിടത്തായി കെട്ടിക്കിടന്ന് വളരെയധികം ദുർഗന്ധമാണ് കൊട്ടിയൂരിൽ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ പോയപ്പോൾ 4 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് കൊട്ടിയൂരിൽ ദർശനം കിട്ടിയത്. ആ 4 മണിക്കൂർ ക്യൂ നിൽക്കുമ്പോൾ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ദുർഗന്ധം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇല്ലാത്ത ആചാരങ്ങൾ അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പലരും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കല്ലുകൾ അട്ടിവെക്കുന്ന കാഴ്ചയും കാണാനിടയായി. മറ്റൊരു പ്രധാന പ്രശ്നം, ഒട്ടും സഹകരണ മനോഭാവം ഇല്ല എന്നുള്ളതാണ്. ഇത്രയും ദൈർഘ്യമേറിയ ക്യൂവിൽ നിൽക്കുമ്പോൾ തള്ളുകയും ഉന്തുകയും വഴക്കിടുകയും തർക്കിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് കർണാടകക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഭക്തിയും വിശ്വാസവും എല്ലാം നല്ലത് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രത്തിൽ എത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സഹിക്കവയ്യാതെയാണ് ഇങ്ങനൊരു പ്രതികരണം അറിയിക്കുന്നത്. ഈ വർഷം സാധിച്ചില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഇതിനൊരു നിബന്ധനകളും നിയന്ത്രണങ്ങളും കർശന നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നു തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം.